MQ-9B ഡ്രോണുകൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള തീരുമാനത്തിന് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ കോൺഗ്രസ് അംഗീകാരം നൽകിയത്. പ്രിഡേറ്റർ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ആളില്ല യുദ്ധവിമാനങ്ങളാണ്. 31 ഡ്രോണുകളിൽ 15 എണ്ണം നാവികസേനയ്ക്കും 8 എണ്ണം വ്യോമസേനയ്ക്കും കരസേനയ്ക്കുമാണെന്ന് ലഭിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ പ്രധാന എതിരാളികളായ ചൈനയും അതിന്റെ കൂട്ടുരാജ്യമായ പാകിസ്ഥാനും തങ്ങളുടെ ശേഖരത്തിൽ ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അഫ്ഗാൻ, ഇറാഖ് യുദ്ധങ്ങളിൽ സർവനാശം വിതച്ച പാരമ്പര്യമുള്ള ഒരു തെളിയിക്കപ്പെട്ട സംവിധാനമായതിനാൽ പ്രിഡേറ്റർ ഡ്രോണുകൾ ഇന്ത്യക്ക് നൽകുന്ന മുൻതൂക്കം വേറെ തലത്തിലുള്ളതാണ്. ഡ്രോണുകളുടെ കൈമാറ്റം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പ് US കോൺഗ്രസിന് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി നൽകി എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഇത് പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത്. മുമ്പും ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ഇന്ത്യക്ക് ലഭിച്ചപ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ അത് പ്രയോഗിച്ചിരുന്നു. നിരവധി ഭീകരരുടെ ജീവനെടുക്കാനും അതുമൂലം സാധിച്ചിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇപ്പോൾ ഇതാ അമേരിക്ക ഇന്ത്യക്കായി ഡ്രോണുകൾ നൽകിയിരിക്കുന്നത്. $3.99 ബില്യൺ 31 MQ-9B സായുധ ഡ്രോണുകൾ ഇന്ത്യക്ക് വിൽക്കാൻ US അമേരിക്കൻ പ്രതിരോധ ഏജൻസിക്ക് അനുമതി നൽകിയതായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. കരാർ പ്രകാരം ഭാരതത്തിന് 31 ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് UAVകൾ ലഭിക്കും. അതിൽ നാവികസേനയ്ക്ക് 15 സീ ഗാർഡിയൻ ഡ്രോണുകളാണ് അനുവദിക്കുക. കരസേനയ്ക്കും വ്യോമസേനയ്ക്കും കരയിലൂടെ സേവനം ചെയ്യുന്ന 8 ഡ്രോണുകൾ വീതമാണ് ലഭിക്കുക. 2023 നടത്തിയ US സന്ദർശനത്തിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 31 MQ-9B സ്കൈ ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള താൽപര്യം അറിയിച്ചത്. കരാറിന് US അംഗീകാരം നൽകിയത് ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന സംഭവമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ വാങ്ങുന്ന 31 ഡ്രോണുകൾ കര, നാവിക, വ്യോമസേനകൾ ഭാവിയിൽ ഉപയോഗിക്കും. US-ന്റെ വിദേശകാര്യ നയവും ദേശീയ സുരക്ഷയും മുൻനിർത്തിയുള്ള പരിഗണനകൾക്ക് പിന്തുണയേകുമെന്നും US-ഇന്ത്യ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും തങ്ങളുടെ പ്രമുഖ പ്രതിരോധ പങ്കാളിയുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനും ഡ്രോൺ കൈമാറ്റം സഹായകരമാകുമെന്ന് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി പ്രതികരിക്കുകയും ചെയ്തു. ഇന്തോ പസഫിക്, ദക്ഷിണേന്ത്യൻ സമുദ്രമേഖലകളിലെ രാഷ്ട്രീയ സ്ഥിരത, സമാധാനം, സാമ്പത്തിക വികസനം എന്നിവയ്ക്ക് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം പ്രമുഖ പങ്കുവഹിക്കുന്നതായും ഏജൻസി പരാമർശിക്കുകയും ചെയ്തു. നിലവിലെയും ഭാവിയിലെയും പ്രതിരോധ ഭീഷണികൾ നേരിടാൻ US-ൽ നിന്നുള്ള ഡ്രോണുകൾ ഇന്ത്യക്ക് കൂടുതൽ കരുത്തേകുമെന്നും തങ്ങളുടെ സൈനിക ശേഷി കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തിവരുന്നതായും അക്കാരണത്താൽ തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഡ്രോണുകൾ തങ്ങളുടെ സൈനിക ശേഷിയുടെ ഭാഗമാകാൻ ഇന്ത്യക്ക് പ്രയാസമുണ്ടാകില്ലെന്നും ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി കൂട്ടിച്ചേർത്തു. US-ൽ നിന്ന് ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം 6 കൊല്ലമായി. മോദിയുടെ US സന്ദർശനത്തോടെയാണ് കരാറിന് അന്തിമ തീരുമാനമായത്. US-ൽ നിന്ന് ലഭ്യമാകുന്ന 31 ഡ്രോണുകളാണ് ഇവ. കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങൾ ഉപയോഗിക്കും. സമുദ്രമേഖലയുൾപ്പെടെ ആളില്ലാ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഈ ഡ്രോണുകൾ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും. രാജ്യം നേരിടുന്ന ഭീഷണികളെ തകർക്കാൻ ശക്തി നൽകുന്നതാണ് ഡ്രോണുകളുടെ വരവ്. $3.99 ബില്യൺ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ വാങ്ങിയിരിക്കുന്നത്. ഇന്ത്യയുടെ സായുധ സേനയുടെ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കാനാണ് ഡ്രോണുകൾ വാങ്ങുന്നത്. ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളിൽ ഡ്രോണുകൾ വിന്യസിക്കുന്നതോടെ പ്രദേശം പൂർണ്ണമായും ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാകും.